അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് തന്നിരിക്കുന്നതായ നിയമത്തിനെ കുറിച്ച് നാം ബോധവാന്മാരാവേണ്ടതുണ്ട്. ഇത്രയും നിയമത്തുകളൊക്കെ അല്ലാഹു നമുക്ക് തന്നിരിക്കുന്നത് അവനിക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പക്കത്തിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളത് ആകാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. അതിൽ കൂടുതലായി ഇബാദത്തുകളെ, അമലുകളെ പെരുപ്പിക്കുക എന്നുള്ളതാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നവർഗത്തെയും ഇൻസുവർഗത്തെയും നാം സൃഷ്ടിക്കപ്പെട്ടത് എനിക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല കൊണ്ടുവന്നത് എന്നാണ് അല്ലാഹു തആല പറയപ്പെടുന്നത്. അപ്പോ മാത്രമല്ല അല്ലാഹു തആല പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചെയ്ത നിയമത്തുകൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിങ്ങൾക്ക് അസീദന്നക്കും, നിങ്ങൾക്ക് ഞാൻ അത് അധികരിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അപ്പൊ നിയമത്തുകൾ പെരുപ്പിക്കാൻ ഉപയുക്തമായ ഒരു മാർഗം അള്ളാഹു തന്നിരിക്കുന്നതായ നിയമത്തിലേക്ക് നന്ദി ചെയ്യുക എന്നുള്ളതാണ്. ഈ നന്ദി ചെയ്യുക എന്നുള്ളത് എങ്ങനെയുമാവാന്ന് പറഞ്ഞാൽ, ഒന്ന് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാവാം. മറ്റുള്ള നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന ഏറ്റവും വലിയ ആരോഗ്യം, ഏറ്റവും വലിയ നിയമത്ത് ആരോഗ്യമാണല്ലോ, ആഫിയത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കേണ്ട കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ ആഫിയത്തിനെ കുറിച്ചാണ്, ആരോഗ്യത്തെക്കുറിച്ചാണ്. അല്ല ആരോഗ്യം തരണേ എന്നുള്ള പ്രാർത്ഥന അധികരിപ്പിക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചതായിട്ട് കാണാം. ഏറ്റവും വലിയ നിയമത്ത് അത് തന്നെയാണ്, ആരോഗ്യം. രോഗങ്ങളൊന്നുമില്ലാതെ സിഹത്തുള്ള ആഫിയത്തുള്ള രൂപത്തിലുള്ളതായ നമുക്ക് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുക, അത് വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പം അല്ലാഹു തന്നിരിക്കുന്നതായ ഈ ആരോഗ്യം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ പുണ്യമുള്ള ഒരു അമലായിട്ട് അല്ലാഹു തആല രേഖപ്പെടുത്തും. മാത്രമല്ല അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് എന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി, എൻ്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായി സ്വർഗപ്രവേശനം ലഭിക്കപ്പെടുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. കാരണം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദ്യം ഉന്നയിക്കാറുണ്ട്, ഇന്ന് ആരാണ് മറ്റുള്ള മുസ്ലിമായ തൻ്റെ സഹോദരൻ്റെ രോഗം സന്ദർശിച്ച കൂട്ടത്തിൽ ആരുണ്ട്? രോഗിയായി കിടക്കുന്ന, അവശരായി കിടക്കുന്ന ആളുകളെ ശുശ്രൂഷിച്ചവർ ആരുണ്ട്? ഇത്യാദി ചോദ്യങ്ങളൊക്കെ ഹബീബ് ഉന്നയിക്കുമ്പോൾ അതിനൊക്കെ മുമ്പന്തിയായിട്ട് എണീറ്റ് നിൽക്കാറ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മറ്റുള്ള എല്ലാതായ സൽക്കർമ്മങ്ങളിലും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മുന്നിൽ തന്നെ കാണാറ്. ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം ഹബീബ് അങ്ങനെ ഒരു പ്രവചനം പ്രവചിക്കാനുള്ള കാരണവും എന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലം കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഭരണത്തിലേക്ക് കയറി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഭരണച്ചെങ്കോലയിൽ ഇരിക്കുന്ന സമയം ഉമർ റളിയല്ലാഹു അൻഹു ഒരു പ്രവണത ഉണ്ടായിരുന്നു. തൻ്റെ പ്രജകളുടെ ക്ഷേമ ഐശ്വര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് രാത്രിയിൽ ഒരു പ്രയാണം നടത്തുമായിരുന്നു. തൻ്റെ പരിധിയിൽപ്പെട്ടതായ പരിധിയിൽപ്പെട്ടിരിക്കുന്നതായ എല്ലാ പ്രദേശങ്ങളിലൂടെയും മഹാനവറുകൾ ഒരു പ്രയാണം നടത്തും രാത്രിയിൽ. അങ്ങനെ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഭരണം ഏറ്റി 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഈ പ്രയാണത്തിനൊരിക്കൽ പോകുമ്പോൾ ഒരു ചെറിയൊരു കുടിൽ കാണുകയാണ്. ആ കുടിലിൻ്റെ ഉമ്മറത്തിരുന്ന് ഒരു വൃദ്ധയായ ഒരു സ്ത്രീ ഏങ്ങി കരയുന്നതായ രംഗമാണ് മഹാനവർക്ക് കാണാൻ കഴിഞ്ഞത്. മഹാനവർക്ക് വളരെ ആദിയായി മഹാനവർ തൻ്റെ കുതിരയെ ആ വീടിൻ്റെ അടുത്തേക്ക് നയിക്കുകയാണ്. അങ്ങനെ അവിടെ പോയി കുതിരയിൽ നിന്ന് ഇറങ്ങി ഉമ്മയുടെ അടുത്ത് പോയി ചെന്ന് ചോദിച്ചു, അല്ലയോ ഉമ്മ, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങളുടെ പ്രശ്നം എന്ത് തന്നായാലും നിങ്ങൾ ഇൻഷാ അല്ലാഹ് എന്നോട് അറിയിക്കണം. ഈ രാജ്യം ഭരിക്കുന്ന ഉമറിൻ്റെ അടുക്കൽ പോയി ആ വീരം പറയാൻ ഞാൻ സന്നദ്ധനാണ്. അവർ അറിയിച്ചാൽ നിങ്ങൾക്ക് പരിഹാരമാവുമല്ലോ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ നിർബന്ധിപ്പിച്ചപ്പോൾ ഉമ്മൂമ്മ അവിടെ നിന്ന് പറയുകയാണ്,
എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മകനെ, 2 ദിവസം വരെ എൻ്റെ അടുത്ത് ഒരു മധ്യവയസ്കൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. കാണാൻ നല്ല ചുഞ്ചുറുക്കുള്ള മുഖപ്രകാശപൂരിതമായിരിക്കുന്ന ഒരു ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹം എന്നും വന്ന് എന്നെ ശുശ്രൂഷിക്കും. എന്നെ കാഷ്ടവും മൂത്രമൊക്കെ വൃത്തിയാക്കി, എന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി കിടത്തി, പുതിയ വസ്ത്രങ്ങളൊക്കെ അണിയിപ്പിച്ച്, എനിക്ക് ഭക്ഷണങ്ങളൊക്കെ തന്ന് എന്നെ സുഖനിദ്രയിലാക്കിക്കൊണ്ട് അദ്ദേഹം കടന്നുപോകും. 2 ദിവസം വരെ അദ്ദേഹം ഈ പ്രവർത്തനം അദ്ദേഹം ചെയ്യാനായി എന്നിൽ എത്താറുണ്ടായിരുന്നു. എൻ്റെ ഇതേ പ്രക്രിയകൾ എന്നും അദ്ദേഹം നടത്തി പോകാറുണ്ടായിരുന്നു. 2 ദിവസം ആയി അദ്ദേഹം കണ്ടിട്ടില്ല. 2 ദിവസമായി അദ്ദേഹം വന്നിട്ടില്ല. എൻ്റെ വിഷയം വരാത്തതിരുന്നതല്ല, പക്ഷേ ഈ വന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത വല്ല പ്രവർത്തനങ്ങളും എൻ്റെ ഭാഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായോ, എന്നോട് വല്ല അനിഷ്ടവും അദ്ദേഹത്തിലേക്ക് വന്നുപോയോ എന്നുള്ളതിൽ ആണ് എൻ്റെ സങ്കടം. ആ സങ്കടം അത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു വളരെ ആശങ്കകളുള്ളതായിട്ട്, വളരെ പ്രത്യാശയോടെയാണ് പിന്നീട് ചോദിക്കുന്നത്. കാരണം തൻ്റെ ഭരണപ്രദേശത്ത് ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്ന ഒരാൾ ആരാ? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് വന്ന ആ ഗതൻ്റെ എല്ലാ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ വിവരിക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ വന്ന് പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൻ്റെ ആ ചിത്രം തെളിയുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് മനസ്സിലാക്കി. ഉമ്മുമ്മയോട് പറഞ്ഞു. ഉമ്മുമ്മയോട് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു വിങ്ങുന്നുണ്ടായിരുന്നു. കണ്ണിൽ നിന്ന് ബാഷ്പകണങ്ങൾ ഉറ്റി വീഴുന്നുണ്ടായിരുന്നു. ഉമ്മുമ്മ, നിങ്ങൾ പറയപ്പെട്ടതായിരിക്കുന്നതായ ആ നിങ്ങളിൽ വന്നിരിക്കുന്ന ഈ സേവനങ്ങളൊക്കെ ചെയ്തിരുന്നതായ ആ സഹോദരൻ ആരായിരുന്നു നിങ്ങൾക്കറിയോ? മുത്തുനബിയുടെ അമ്മോഷനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. 2 ദിവസം വരെ അദ്ദേഹം വന്നിരുന്നു. 2 ദിവസം അദ്ദേഹത്തെ കണ്ടില്ല എന്ന് നിങ്ങൾ പരാതി പറഞ്ഞുവല്ലോ. അദ്ദേഹത്തിലേക്ക് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ പറഞ്ഞ വിഷയമൊന്നുമല്ല, മരണമായിരുന്നു. മരണമാണ് നിങ്ങളിൽ വന്ന് ഈ സൽപ്രവൃത്തി മുമ്പ് ചെയ്യുന്നതിന് തടസ്സമായി പോയത് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. നാം മനസ്സിലാക്കണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. എന്നിട്ടും ചെറുപ്പത്തിൽ തന്നെ ഉപ്പയും ഉമ്മയും പിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേറെ ഒരു സഹോദരി, തൻ്റെ കുടുംബത്തിൽ പെടാത്തതായ വേറെ ഏതൊരു സഹോദരിക്ക്, ഈ വൃദ്ധയായ സഹോദരിക്ക് മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ, മരിക്കുന്നത് വരേക്കും സേവനം ചെയ്തുകൊണ്ട് ജീവിച്ച മഹാൻ അവരാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പാഠം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നാം അവരുടെ ഈ ജീവിതചര്യയാണ് നാം കൊണ്ടുവരേണ്ടത്. പരസഹായം നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് നമുക്ക് എന്തൊക്കെ സഹായങ്ങൾ നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതിലൊന്നും ഒട്ടും മടിക്കാതെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ നടന്നു പോയ ആ സ്വർഗത്തിലേക്കാണ് നമുക്കും നടന്ന് എത്താനുള്ളത്. അവർ പോയ വഴികൾ ഇതാണ് എങ്കിൽ ആ വഴിയാണ് നാം എടുക്കേണ്ടത്. അസ്സാബിഖൂൻ ഉലൈക്കൽ മുഖർറബൂൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പാതകൾ പിൻപറ്റി ജീവിതം ധന്യമാക്കാൻ, ജീവിതം സന്തോഷത്തിലാക്കാൻ, നാളെ ആഖിറത്തിൽ വൻ വിജയം നേടാനും ഒക്കെ അല്ലാഹു നമ്മെ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.